ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ശിഖർ ധവാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പുതിയ ഹോബികൾ പഠിക്കുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് പോകുന്നുണ്ട്. അതായത് രൺബീർ സിംഗ് താങ്കൾക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുന്നു ഈ ഖലീബലി സിനിമ പാട്ടിന്. ഖലീബലി, അതെ സർ. ഞാനത് എല്ലാവരെയും കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ എങ്ങനെ സ്റ്റെപ്പ് ചെയ്തെന്ന് നോക്കാം. ക്യാൻ വി ഹാവ് ദ വീഡിയോ പ്ലീസ്? ഈ ഖലീബലിയിൽ എങ്ങനെയാണ് താങ്കൾക്ക് ഇൻട്രസ്റ്റ് വന്നത്? ആക്ച്വലി ഞാൻ മുംബൈയിൽ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. അദ്ദേഹവും ആ സമയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. സോ ബ്രേക്ക് സമയത്ത് ഞങ്ങളത് ചെയ്തു. അദ്ദേഹത്തിന് എൻ്റെ തൈഫൈ അത് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ആ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു. സോ എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ്. ഞാൻ പഞ്ചാബി ഡാൻസ് നന്നായിട്ട് കളിക്കാറുണ്ട് ഈ പഞ്ചാബി പാട്ടിട്ടുകൊണ്ട്. സോ ഞാൻ റൂമിലുണ്ടാവുന്ന സമയത്ത് പഞ്ചാബി പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. വിരാട് കോഹ്ലിയുടെ ഐപാഡിൽ ധാരാളം പഞ്ചാബി പാട്ടൊക്കെ കയറ്റി വിട്ടു? ഇല്ല, ഞാൻ കയറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് പൊതുവെ പഞ്ചാബി സോങ്ങുകൾ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഡൽഹിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ പഞ്ചാബി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചാബി സോങ് അവർക്ക് ഇഷ്ടമാവും. ആൻഡ് വിരാട്ടിനും പഞ്ചാബി സോങ്സ് വളരെ ഇഷ്ടമാണ്. പഞ്ചാബി ഡാൻസും ഇഷ്ടമാണ്. അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യാറുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ പഞ്ചാബി പാട്ടാണോ കൂടുതലും പോകുന്നത്? അതെ, ഹിന്ദി പാട്ടുകളും ഉണ്ടാവും, പഞ്ചാബി പാട്ടുകളും ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ഡാൻസും ശിഖർ ധവാനാണോ ഓപ്പൺ ചെയ്യുന്നത്? അതെ, ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ നാണിക്കാറൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഇറങ്ങി ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് ഡാൻസ് കളിക്കാനോ? ജഡ് സാർ എന്റെ കയ്യിൽ വിലം കണിക്കുന്ന തോന്നേ. അതിരിക്കട്ടെ, ഏത് പാട്ടിനാണ് ഡാൻസ്? ഓൾറൈറ്റ്. എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണെന്ന് തോന്നുന്നു. ഏത് പഞ്ചാബി സോങ് ഇട്ടാലും കുഴപ്പമില്ല. ഇല്ല, വേണ്ട. ഞാൻ കാണാൻ അത്രയ്ക്കൊന്നും ക്യൂട്ടല്ലല്ലോ. എന്ത് ഖലീബലിയോ? ഖലീബലി പാട്ടാണോ? അതിന് ഡാൻസ് കളിക്കാം. ഓക്കെ, നിങ്ങൾ പ്ലേ ചെയ്യ്. രജത് സർ, ഈ പ്രതിക്കൂട്ടിനകത്തിരുന്നുകൊണ്ട് ഡാൻസ് കളിച്ച ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. താങ്കളാണ് ആദ്യത്തെ വ്യക്തി. വിചാരണ കൂട്ടി നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്. നന്ദി. താങ്കൾക്ക് പുതിയ ചില ഹോബീസ് ഒക്കെ വന്നെന്ന് കേട്ടു. ഈ കുതിരസവാരിയൊക്കെ നടത്തുന്നു? അതെ, കുതിരസവാരി ചെയ്യാറുണ്ട്. കുതിരകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുതിരസവാരിക്ക് പോവാറുണ്ട്. എനിക്ക് പൊതുവെ മൃഗങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. ചില വീഡിയോസ് ഞാൻ കണ്ടു, താങ്കൾ ഓടക്കുഴലിൽ വായിക്കുന്നത്. അതെ, ഞാൻ ഓടക്കുഴലിൽ വായിക്കാൻ പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ വായിക്കുമെന്ന് ഇവിടെ വായിച്ചു കാണിക്കാതെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാ? എന്നാ പിന്നെ വായിച്ചു കാണിക്കാം. അതായത് സർ, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ എൻ്റെ ഫ്ലൂട്ട് കൊണ്ടുപോകാറുണ്ട്. അതെവിടെയായാലും. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു തരത്തിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഹോബീസും ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കണം. എല്ലാവരും ജോലി ചെയ്യണം. ജോലിയും വളരെ പ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അതിലൂടെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും.
താങ്കളുടെ മറ്റൊരു ഹോബിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, കവിതയൊക്കെ എഴുതുമെന്നാണ് കേട്ടത്. ആ അതെ, കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് എഴുതാറൊന്നുമില്ല. പക്ഷേ ഒരു കവിത കേൾക്കുമ്പോൾ അത് ഞാൻ മനസ്സിൽ നന്നായിട്ട് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യാറുണ്ട്. ഫ്ലൂട്ട് വായിച്ചതുപോലെ ഒരു കവിതയും കൂടെ പാടിയാൽ? അങ്ങനെയാണോ? അത് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ 2 കവിതകൾ പാടാം. അത് ഡോക്ടർ രാഹത്ത് ഇൻഡോറിയുടെ കവിതകളാണ്. ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിലെ പ്രധാനപ്പെട്ട വരികൾ: जवानियों में जवानी को जो धूल करते हैं, जवानियों में जवानियों में जवानी को जो धूल करते हैं, जो लोग भूल नहीं करते वो भूल करते हैं. പിന്നെ മറ്റൊരു കവിത എന്താണെന്ന് വെച്ചാൽ, ഈ കവിത മുനാവർ റാണയുടേതാണ്. അദ്ദേഹവും ഒരു വലിയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത്: हम सायादार पेड़ ज़माने के काम आए, हम सायादार पेड़ ज़माने के काम आए, जब सूखने लगे तो जलाने के काम आए. മറ്റൊരു ഹോബിയും കൂടെ ഉണ്ട്, ആ സർ. പ്ലെയേഴ്സിന്റെ മുടി വെട്ടുന്നത്. ആ അതെ സർ, അത് സത്യമാണ്. കാരണം ഒരു 4-5 വർഷം കൊണ്ട് ക്രിക്കറ്റ് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമല്ലോ. അല്ല, ഞാൻ ഒരു പ്രാവശ്യം ഋഷഭിന് മുടി വെട്ടി കൊടുത്തിരുന്നു. എൻ്റെ മുടി എപ്പോഴും ഞാൻ തന്നെയാണ് ട്രിം ചെയ്യാറ്. വെട്ടാൻ ഞാൻ സിസർ ഉപയോഗിക്കാറില്ല, എപ്പോഴും ട്രിമ്മർ ഉപയോഗിച്ച് ട്രിം ചെയ്യാറാണ് പതിവ്. സോ അദ്ദേഹത്തിനും ട്രിമ്മറിൽ ചെയ്യേണ്ട ആവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു. അതുപോലെ വിരാട്ടിനും ആവശ്യം വന്നു, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇല്ല, അദ്ദേഹത്തിന് ചെയ്തില്ല, അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. താങ്കളുടെ പുതിയ ഹോബീസൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അതെ, ഇതൊക്കെ ചെയ്യാനുള്ള സമയം എപ്പോഴാണ്? ഐഡിയാസ് അത് എനിക്കിപ്പോൾ ഫ്ലൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കുട്ടിക്കാലം മുതലേ ആരെങ്കിലും ഫ്ലൂട്ട് വായിക്കുന്നത് കണ്ടാൽ എനിക്കത് വളരെ ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ ഈ ചിലരൊക്കെ റോട്ടിൽ ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് വരില്ലേ, അങ്ങനെ ഫ്ലൂട്ടും വായിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നത്, അവർ പോകുന്നത് വരെ ഞാനത് കേട്ടോണ്ടിരിക്കും. 2015 ഞാൻ ചുമ്മാ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് ബോയ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്ലൂട്ട് പഠിക്കാമെന്നൊരു ആശയം തോന്നി. ഇങ്ങനെ സംസാരിച്ച സമയം കളയുന്നതിന് പകരം ഫ്ലൂട്ട് വായിക്കാമെന്ന് തോന്നി. ഓൺലൈനിലാണ് പഠിച്ചത്. 1-2 തവണയെ ഞാൻ എൻ്റെ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ഫ്ലൂട്ട് പഠിച്ചത്. അതേപോലെ തന്നെയാണ് ഞാൻ എപ്പോഴൊക്കെ കുതിരകളെ കാണുന്നുവോ അപ്പോൾ എനിക്ക് കുതിരയെ ഓടിക്കാൻ തോന്നും. ഈ കാലത്ത് വൈഷ്ണവദേവി പോവുകയായിരുന്നു. അവിടെ വെച്ച് കുതിരയെ ഓടിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേശ്ശെ ആ ഒരു ഹോബിയും എനിക്ക് തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ പോകെ പിന്നെ കവിതകൾ ഹോബിയായി മാറി. അങ്ങനെയൊക്കെയാണ് ഓരോന്നുണ്ടാകുന്നത്. താങ്കളുടെ പുതിയ ആകാംക്ഷയൊക്കെ ഞാൻ കണ്ടു. ഏതാ സർ? പാകിസ്ഥാൻ പ്ലേയേഴ്സിനെ താങ്കൾ ഫീൽഡിൽ വെച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ട്വിറ്ററിൽ ശരിക്കും കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു. തീർച്ചയായിട്ടും. അതായത് ഷാഹിദ് അഫ്രീഡി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റിനെ പറ്റിയല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളതിനെ നെഞ്ചും വിരിച്ച് തന്നെ നേരിടേണ്ടേ? നമുക്ക് നല്ല ബോധ്യമുണ്ട്, അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ അറിയാമെന്നുള്ള കാര്യത്തിൽ. ഈ സർക്കാരിനും അറിയാം, അതിലാർക്കും എതിർപ്പില്ല. സോ പുറത്തു നിന്നുള്ള ഒരാൾ വന്ന് നമ്മളെ അഡ്വൈസ് ചെയ്യേണ്ട ഒരാവശ്യമില്ലല്ലോ. ആദ്യം അവരുടെ വീട്ടിലെ കാര്യം നോക്കണം, എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഈ പണ്ടുള്ളവർ പറയാറില്ലേ, അതായത് ഈ ചില്ലുകൂട്ടിലിരുന്നു കൊണ്ട് കല്ലെറിയുന്ന പോലെയെന്ന്, അതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അഫ്രീദിക്ക് താങ്കൾ ഒരു കവിതയും പാടിക്കൊടുത്തില്ലേ? ഇല്ല, ആ സമയത്ത് എനിക്ക് കവിതകളൊന്നും അത്ര ഓർമ്മയില്ലായിരുന്നു. ഇനി എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഴുതും സർ. മോദിജിയും താങ്കളെ പ്രശംസിച്ചിരുന്നു. അദ്ദേഹം ട്വീറ്റിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മോശമായ പന്തുകളെ താങ്കൾ മൈതാനത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്തുന്നുവോ, ശത്രുക്കളെ ഞങ്ങളും അതുപോലെ അകറ്റി നിർത്തുമെന്ന്. ഉറപ്പായിട്ടും. ആൻഡ് ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയൂ. നമ്മുടെ പ്രധാനമന്ത്രി സർ എൻ്റെ ഒരു ട്വീറ്റിന് റീപ്ലൈ തന്നിരിക്കുന്നത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അതെനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇപ്പോൾ അതായത് ഈ അടുത്തായിട്ട് പുൽവാമ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു സംഭവം, ആ ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. നമ്മളെല്ലാവരും തന്നെ ആസ് എൻ ഇന്ത്യൻ ഫോർ ഷുവർ അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ച് തീർച്ചയായിട്ടും വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. അതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ആൻഡ് ഐ സല്യൂട്ട് ദം അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്. അതായത് വി ആർ ദെയർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. താങ്കൾ വളരെ നന്നായിട്ടാണ് പറഞ്ഞത് ഈ രാജ്യത്ത് നമ്മൾ എത്രത്തോളം സുരക്ഷിതം അനുഭവിക്കുന്നെന്ന്.